السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. അള്ളാഹുവിൻ്റെ സന്ദേശവുമായി അവർ ജനങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യർ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ടത് അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകന്മാരെയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ വിവരിച്ചു തന്നത്. അവരുടെ ചരിത്രങ്ങൾ കേവലം ഒരു കഥകളല്ല, ആസ്വാദനങ്ങളുമല്ല, നേരെമറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ജീവിത പാഠങ്ങളാണ്, ജീവിത പഠനങ്ങളാണ്. ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം പറയലോടൊപ്പം തന്നെ ഖുർആന്റെ പ്രതിപാദ്യ വിഷയങ്ങൾ പല മേഖലകളിലുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ഖുർആൻ പറയുന്ന കൂട്ടത്തിലാണ് പ്രവാചകന്മാരുടെ ചരിത്ര വിവരണങ്ങളും ഉള്ളത് എന്ന് വെക്കുമ്പോൾ ആ ചരിത്ര വിവരണങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. അത് സമൂഹത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ചരിത്ര വിവരണത്തിലൂടെ ധാരാളം പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ മുഹറം മാസം തുടക്കത്തിൽ തന്നെ പറഞ്ഞ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സൂറത്തുൽ ഖസസിലും സൂറത്തു താഹയിലും ആ പറയപ്പെട്ട മൂസാ നബിയുടെ ചരിത്രം ഒന്ന് ടോട്ടലായി നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ശൈശവം, ബാല്യം, യൗവനം, നുബുവത്ത് ഈ വരെയുള്ള ചരിത്രങ്ങൾ ഘട്ടം ഘട്ടമായി ഖുർആനിൽ ഇങ്ങനെ വിവരിച്ചത് എന്തിനാണ്? ഏതുവരെ അദ്ദേഹം വന്ന് ബനി ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചത് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾക്ക് പാഠമുണ്ട്. ആ ബനി ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച ശേഷവും അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്തായിരുന്നു അതിലെ പാഠങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്: എല്ലാ ഭീകര ഭരണകൂടങ്ങളും നശിച്ചൊടുങ്ങും. ഫറോവമാരുടെ ഭരണകൂടങ്ങൾ നശിച്ചതുപോലെ എന്നുള്ളൊരു പാഠമാണ് ഒന്നാമത്തെ പാഠമായി മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തൊരു പാഠം, ധിക്കാരികളുടെ അന്ത്യം വളരെ നീചമായിരിക്കും. അഥവാ ഫറോവയുടെ അന്ത്യം നീചമായതുപോലെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എതിരിട്ടത് ഫറോവയായിരുന്നു. ആ ഫറോവയുടെ അന്ത്യം നീചമായതുപോലെ. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട്. ഇതുപോലെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശബ്ദമുയർത്തിയതുപോലെ അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒരു പാഠമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാനുള്ളതാണ്. മറ്റൊരു പാഠം, വിശ്വാസവും നിശ്ചയദാർഢ്യതയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ശത്രുവിനെയും പരാജയപ്പെടുത്താൻ സാധിക്കും. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഉമ്മ വിശ്വാസദാർഢ്യതയോടുകൂടി കാണിച്ച ഒരു പ്രവർത്തനം നമ്മൾ ഖുർആൻ വെച്ചുകൊണ്ട് പറഞ്ഞു. ആ കടലിലേക്ക് തൻ്റെ പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ വല്ലാത്തൊരു ഘട്ടം വിശ്വാസദാർഢ്യതയുടെ ഒരു മകിടോദാഹരണമാണ്. ഇന്നും അതിൻ്റെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഫലസ്തീനിലെ ജനത
പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇതേ ഈജിപ്തിലെ മനുഷ്യന്മാർ അന്ന് ഈജിപ്തിലെ ആ ഉമ്മ ചെയ്തതുപോലെ ഒരു കുപ്പിയിൽ ഭക്ഷണം നിറച്ചുകൊണ്ട്, വെള്ളം നിറച്ചുകൊണ്ട്, പരിപ്പ് നിറച്ചുകൊണ്ട്, ഭക്ഷ്യപദാർത്ഥങ്ങൾ നിറച്ചുകൊണ്ട് ആ കുപ്പി മൂടുകയും ഫലസ്തീനിലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈജിപ്തിലെ മനുഷ്യന്മാർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ രംഗങ്ങൾ പത്രമാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. അഥവാ സുരക്ഷിതമായി ആ ഭക്ഷ്യധാന്യങ്ങൾ പാവപ്പെട്ട ഫലസ്തീൻ മക്കളിലേക്ക് എത്തട്ടെ എന്ന ഉത്തമമായ വിശ്വാസത്തോടുകൂടി, വിശ്വാസദാർഢ്യതയോടുകൂടി അവർ ചെയ്യുകയാണ്. അഥവാ ചരിത്രത്തിന്റെ അതിന്റെ പഠനങ്ങളും അതിന്റെ ആവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മാതാവ് അന്ന് ചെയ്തത്. അതാണ് അതിന്റെ ആവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. ആ ഉമ്മയിലേക്ക് തന്നെ വീണ്ടും ആ കുഞ്ഞ് തിരിച്ചു പോകുന്ന സുന്ദരമായ അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് ഉണ്ടാകും. അതിന് മഹത്തായ പ്രതിഫലങ്ങൾ ഉണ്ടാകും. എല്ലാം അള്ളാഹു തീരുമാനിക്കുന്നു, എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ധാരാളം പാഠങ്ങൾ ഈ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര വിവരണത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാറുണ്ട്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും വിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും അല്ലാഹു തആല വിവരിക്കുന്നതിലൂടെ ഈ വിശ്വാസ സമൂഹത്തിന് ധാരാളം മാതൃകകളുണ്ട് എന്നാണ് പറയുന്നത്, എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതിനാണ് ഖുർആൻ ചരിത്ര വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തു നിസായിലെ 70-ാമത്തെ വചനമാണ് നമ്മൾ ഓതിയത്. അതിൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. മുഴുവൻ മനുഷ്യന്മാരെയും വിളിച്ചിട്ടാണ് പറയുന്നത്. മുസ്ലിമീങ്ങളായ ആളുകളെ മാത്രം വിളിച്ചിട്ടല്ല, മുഴുവൻ മനുഷ്യരെയും, അഥവാ ഈ ലോകത്ത് പിറന്നുപോയ മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ട് പടച്ചോൻ പറയാണ്, ഖദ് ജഅകുമുർ റസൂൽ, നിങ്ങളിലേക്ക് റസൂൽ വന്നത്, ഓരോരോ പ്രവാചകന്മാരും നിങ്ങളിലേക്ക് വന്നത് ബിൽ ഹഖ്, ഹഖുമായിട്ടാണ്, സത്യവുമായിട്ടാണ്, റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള. അതുകൊണ്ട് ഫആമിനൂ ഖൈറൻ ലക്കും, ആ ഓരോ പ്രവാചകന്മാരെയും നിങ്ങൾ വിശ്വസിക്കണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്മ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഓരോ പ്രവാചകന്മാരെയും നിങ്ങൾ അറിയുകയും നിങ്ങൾ വിശ്വസിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും വേണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നന്മ. ഫആമിനൂ ഖൈറൻ ലക്കും ഇൻ തക്ഫുറൂ, ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോയി, അവരുടെ ജീവിതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോയി, അവരെക്കുറിച്ച് നിങ്ങൾ പഠിക്കാതെ പോയി, ആ പ്രവാചകന്മാരെ നിങ്ങൾ അവഗണിച്ചു, ആ പ്രവാചകന്മാരെ നിങ്ങൾ ധിക്കരിച്ചുവെങ്കിൽ, നിഷേധിച്ചുവെങ്കിൽ ഓർക്കണം, ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ ഉള്ളത് മുഴുവനും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. വകാന അല്ലാഹു അലീമൻ ഹകീമാ, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞനുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞത്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞതും പറയാത്തതുമായ ചരിത്രങ്ങൾ പ്രവാചകന്മാർക്കുണ്ട്, ജീവിതങ്ങൾ പ്രവാചകന്മാർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 25 പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ചരിത്രം, ആ ചരിത്രത്തിന്റെ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യം നാഫിയായ ഇൽമായി അല്ലാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.